കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഈ ദിവസത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ഒരാശയം. നാം എന്തറിയണം, നാം ഇപ്പോൾ എന്താണെന്നുള്ള അറിവ്, നാം എന്താകുമെന്നുള്ള അറിവ്, ഇന്നലെ നാം എന്തായിരുന്നു എന്നുള്ള അറിവ്, ഈ വിഷയങ്ങൾ ആസ്പദമാക്കി പല കാര്യങ്ങൾ വിശകലനം ചെയ്യുവാൻ നമുക്ക് അവസരം ലഭിച്ചു. എന്നാൽ ഈ ഭാഗത്ത് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയണം. സാത്താന്റെ തന്ത്രങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരായി തീരണം. അതിന്റെ അർത്ഥം ഇന്നും സാത്താനിയ അധികാരങ്ങളും ആ ശക്തികളും പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ ദൈവമക്കളോട്, വിശുദ്ധന്മാരോട്, ദൈവസഭയോട് പോരാടി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിയുക, അതിനോടുള്ള നമ്മുടെ പ്രതികരണം, അതിനുവേണ്ടി ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഈ ലേഖനങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞു, അവന്റെ രാജ്യം, അല്ലെങ്കിൽ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ സാത്താന്റെ രാജ്യം. അതേ അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുന്നു. അരമന. അതേ അധ്യായത്തിൽ തന്നെ അശുദ്ധാത്മാക്കൾ പറയുന്നത്, എന്റെ വീട്. ദുഷ്ടതയേറിയ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വന്ന അശുദ്ധാത്മാക്കളുടെ ഒരു ഏറ്റുപറച്ചിലാണ് എന്റെ വീട്. പ്രിയമുള്ളവരെ, ഇത് നാം മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം സാത്താന്യ സ്വാധീനങ്ങൾ ഇന്ന് വിശുദ്ധന്മാരെ, ദൈവഭക്തരെ, നീതിമാന്മാരെ, കൃപയിൽ നിൽക്കുന്നവരെ പലവിധമായ അവന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ടാക്ടിക്സ് തകർക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ, ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇവിടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. നാം പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും, മറുപ്പാനും, മുടിപ്പാനും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പത്രോസ് ശ്ലീഹ പറയുന്നത്, പിശാച് അലർന്ന സിംഹം എന്ന പോലെ. അടുത്ത വാക്യത്തിൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, വെളിപ്പാട് പുസ്തകത്തിൽ അപവാദിയായ പിശാച്. വീണ്ടും നാം സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഭോഷ്കിന്റെ അപ്പൻ, ബേസലേബ്, ബേസബൂല്, ദുഷ്ടൻ, പരീക്ഷകൻ എന്നൊക്കെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ ഉടനീളം നാം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, സിംഹങ്ങളുടെ വായിൽ നിന്ന് ദൈവനെ വിടുവിച്ചു. എഫെസോസിൽ എനിക്ക് മൃഗയുദ്ധം ഉണ്ടായിരുന്നു. മെലീത്തയിൽ താൻ വന്നപ്പോൾ കയ്യിൽ തൂങ്ങിയത് അണലി ആണെങ്കിലും പൗലോസ് തിരിച്ചറിഞ്ഞത് അത് നീതിദേവിയാണ്, ആ ദേശത്തെ ദേശാധിപതിയാണ്. അണലിയുടെ രൂപത്തിൽ പൗലോസിന് മുമ്പിൽ വെളിപ്പെട്ടത്. സഭയ്ക്ക് വേണ്ടിയുള്ള തന്റെ ലേഖനത്തിൽ ദുഷ്ടാത്മ സേനകൾ, ദുഷ്ടന്റെ തീമ്പുകൾ, അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു കർത്തൃ പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ദുഷ്ടകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ലേഖനങ്ങളിൽ ആകാശത്തിന് അധികാരം എന്ന് കാണുന്നു, ആകാശത്തിന് അധികാരം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ കർത്താവ് യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷയ്ക്ക് ശേഷം ശിഷ്യന്മാർ ആ വിടുതലിന്റെ ശുശ്രൂഷമായി വന്നപ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകുന്നെന്നുള്ള വലിയ സന്തോഷത്തിന്റെ റിപ്പോർട്ടുകൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത്. ആകാശമണ്ഡലങ്ങളിൽ സാത്താന്യ ശക്തിയുടെ അധികാര കേന്ദ്രങ്ങൾ. പൗലോസ് പറയുന്നു, ആകാശത്തിന്റെ അധികാര മണ്ഡലങ്ങൾ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ. യേശു കർത്താവ് വിത്ത് വിതയ്ക്കുന്ന ഉപമയിൽ വിത്ത് വഴിത്തലക്കിൽ വീണപ്പോൾ അവിടെ ആകാശത്തല പറവകൾ എന്ന് പറയുന്നു. ആരാണ് ഈ പറവ? പിന്നത്തേതിൽ ആ വചനത്തിന്റെ സത്യം മാർമികമായ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ ആകാശത്ത് പറക്കുന്ന പറവകൾ വിത്ത് കൊത്തിപ്പറക്കിക്കൊണ്ടു പോയ ഫലവത്തായി തീരുവാൻ കഴിയാതെ വിത്തിനെ നഷ്ടപ്പെടുത്തിയ പറവകൾ സാത്താനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സുവിശേഷത്തിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഉടനീളം വിവിധ പേരുകളിൽ, വിവിധ ഭാവങ്ങളിൽ പൈശാചിക സ്വാധീനങ്ങളെ കാണുവാൻ കഴിയും. ശിഷ്യന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. പാമ്പുകൾ, തേളുകൾ, അതിന്റെ സകല ശക്തികളെയും നിങ്ങളുടെ കാൽക്കീഴിയാണ്. റോമാലേഖനം 16:20 പറയുന്നു, സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിൽ. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം, നിങ്ങളുടെ അധികാര പരിധിയുടെ കീഴിലാണ് സാത്താന്യ ശക്തികൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ യേശു അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ, കർത്താവ് ക്രൂശിൽ നിങ്ങൾക്ക് പകർന്നു നൽകിയ സാത്താന്യ ശക്തികളുടെ മേലുള്ള ജയം നിങ്ങൾ വെളിപ്പെടുത്തണം, പ്രസിദ്ധമാക്കണം. ആ ജയത്തിൽ നിങ്ങൾ ജീവിക്കണം. ആ ജയം നിങ്ങളുടെ ലൈഫിൽ ഒരു ആഘോഷമാക്കി മാറ്റണം. പറവയും കള്ളനും ദുഷ്ടനും അണലിയും പാമ്പുകളും തേളുകളും സിംഹവും ഇതെല്ലാം പ്രതിയോഗിയായ പൈശാചികൻ പല അനുഭവങ്ങളിൽ നമുക്കെതിരെ പോരാടുവാൻ ശ്രമിച്ചാലും ഞാൻ പറയാം, ജയം നിങ്ങൾക്കുള്ളതാണ്. പിശാച് പരാജയപ്പെട്ടിരിക്കുന്നതാണ്. അതാണ് സത്യം. ദൈവമക്കളെ ഭോഷ്ക് എന്ന വ്യാജം കൊണ്ട് കെട്ടുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ വചനം എന്ന സത്യം കൊണ്ട് പിശാചിന്റെ പദ്ധതികളെ തകർക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുന്നു. കർത്താവ് യേശു ഹെരോദാവിനോട് പറഞ്ഞു, കൊട്ടാരത്തിൽ അധികാരമുള്ള ഹെരോദാവ് കർത്താവിനെ തീർക്കും, ഒതുക്കും, ഇല്ലാതാക്കും, അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ക്രിസ്തു പറഞ്ഞത്? ആ കുറുക്കിനോട് മിണ്ടാതിരിക്കുവാൻ പറയാൻ. പാലസ്തീന തെരുവീതിയിൽ ഈ സിംഹക്കുട്ടി ഇന്നും നാളെയും അടുത്ത ദിവസവും കാണും. ഞാൻ എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കും. കുറുക്കിനോട് ബഹളം വെക്കാതെ അടങ്ങിയിരിക്കുവാനാണ് യഹൂദാ ഗോത്രത്തിലെ സിംഹം പറഞ്ഞത്. ഒരിക്കലും പൗലൂസിന്റെ കയ്യിൽ തൂന്ന അണലിക്ക് പൗലൂസിനെ ഇല്ലാതാക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ, കൊന്നുകളയാൻ കഴിയുന്നില്ല. അവിടെ നീതിദേവിയെ പൗലോസ് കത്തിച്ച തീയിൽ വലിച്ചെറിഞ്ഞു.
ഒരിക്കലും അണലിയല്ല നിന്റെ അവസാനം തീരുമാനിക്കുന്നത്. ഹെരോദാവെന്ന കുറുക്കനല്ല യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ അവസാനിപ്പിക്കുന്നത്. പാമ്പുകളും തേളുകളുമല്ല നിങ്ങളെ ഇല്ലാതാക്കുന്നത്. ആകാശമണ്ഡലങ്ങളെ പൈശാചിക ശക്തികളല്ല നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. അതിനെ തകർക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കും. അധികാരം നിങ്ങൾക്കാണ്, ശക്തി നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അപ്പോൾ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ഓടത്തില്ല, നിങ്ങൾ പിന്മാറത്തില്ല, നിങ്ങൾ പരാജയപ്പെടത്തില്ല. പിശാച് പരാജയപ്പെടും, ഓടിപ്പോകും. അതുകൊണ്ട് ഈ ജയത്തിൽ, ഈ അധികാരത്തിൽ, ഈ ശക്തിയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. ഗോഡ് ബ്ലെസ് യു.